കറ്റാർ വാഴ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതൊരു ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. കാരണം ഇത് നാച്ചുറലാണ്. സ്കിന്നിന് യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല സ്കിന്നിനുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു റെമഡിയാണ് ഈ ഒരു കറ്റാർ വാഴ. മുഖത്ത് ചുളിവുകളുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റും. മുഖത്തെ ഓയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്ന് നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം സീരീസിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. കറ്റാർ വാഴ ജെല്ല് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടും ബ്രൈറ്റർ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഈ ഒരു ഹോം റെമഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറ്റാർ വാഴ യൂസ് ചെയ്യാനുള്ള കാരണം ഉണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അതേപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം. നാച്ചുറലാണ്. സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോയിങ്ങും ബ്രൈറ്റർ ആക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുള്ള കറ്റാർ വാഴ ചെറിയൊരു പീസാണ് കേട്ടോ എടുത്തേക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആ മുള്ളു പോലെ ഉണ്ടാവും, അതൊക്കെ ചെത്തിക്കളഞ്ഞു. അതേപോലെ മഞ്ഞക്കറ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ മഞ്ഞക്കറ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാനേ നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ഉരച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നടുവേ കറ്റാർ വാഴ ഇതേപോലെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ജെല്ല് നല്ല രീതിയിൽ. അപ്പോൾ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൊരു ഫേസ് മാസ്ക് ആണ്. മടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ജെല്ല് പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കുക പാത്രത്തിൽ എടുക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെറിയൊരു പീസ് അലോവേറ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നടുക്കായിട്ട് മുറിച്ചു. അതിലോട്ട് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ അരിപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി യൂസ് ചെയ്യാനുള്ള കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. സ്കിന്നിൽ ആ ഒരു ഡെഡ് സെൽസും ഡേർട്ടും എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ഒരു ഫ്രഷർ ആക്കും, അല്ലെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറെ ഒന്നുമില്ല, എനിക്ക് സുഖമില്ല കേട്ടോ. പനി ഇതുണ്ടാവാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം തൊട്ട് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല, സുഖമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക, ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ആക്കുക. ആദ്യം മുഖം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ മുഖത്തെ ഡയറക്റ്റ് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി വേണമെങ്കിൽ തരിതരിയായിട്ടുള്ളതോ അല്ലെങ്കിൽ നൈസായിട്ട് പൊടിപ്പിച്ചതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് രണ്ടും ശരിക്കും നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അത് നല്ല രീതിയിൽ സൂത്തൺ ചെയ്യും. ഇപ്പോൾ ഒരു കറ്റാർ വാഴയുടെ ഗുണം കൂടിയാണ് ഞാനിപ്പോൾ പറയണേ കേട്ടോ. അതേപോലെ മുഖത്ത് നമുക്ക് ഏജിങ് റിലേറ്റഡ് ഇഷ്യൂസ് ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവും, ചുളിവുകൾ അല്ലെങ്കിൽ വ്രിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മാറ്റാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ ആക്നെ ബ്ലെമിഷസിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ്, അതേപോലെ ഒരു പഫ്നെസ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ സൺബാൺ എതിരായിട്ട്, അതായത് നമുക്ക് മുഖത്ത് വെയിലേറ്റിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു പ്രശ്നത്തിനൊക്കെ എതിരെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഫേസിൽ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിലും അതേപോലെ ഡെഡ് സെൽസും ഡേർട്ടൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അലോവേറ ജെല്ല് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഇങ്ങനെ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ മുഖം നല്ല യങ് ആയിട്ടിരിക്കും. അത് മാത്രമല്ല ഇത് ഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്ന് നല്ല സപ്പിളും സോഫ്റ്റും ഹെൽത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കറ്റാർ വാഴയുടെ കുറച്ച് ഗുണങ്ങൾ. ഈ ഒരു ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കുറച്ച് ഗുണങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഏജിലുള്ളവർക്കാണെങ്കിലും ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ, അതായത് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നന്നായിട്ട് ആ ഒരു കറ്റാറുള്ള ജെല്ല് നല്ല രീതിയിൽ ഞെക്കിയൊക്കെ ഫേസിൽ യൂസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ യൂസ് ചെയ്യാവേ നമുക്ക്. അപ്പം ഞാൻ ഈ ഒരു ഓണം സീരീസായിട്ട് കൂടുതൽ നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസാണ്. അതുകൊണ്ടാണ് ഓണം സീരീസിൽ ഫസ്റ്റ് 2-3 വീഡിയോസ് ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തേക്കണം. അതല്ലാതെ നമ്മൾ ഓണം സീരീസിൽ കുറച്ച് ബ്യൂട്ടി ഫാഷൻ, അതായത് നമുക്ക് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു മേക്കപ്പ് ലുക്കുകൾ ഉണ്ടാവില്ലേ, കാജൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യണത്, ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതേപോലെ അതായത് മേക്കപ്പ് ലുക്സ്
പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓണത്തിന് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ്, അതേപോലെ ജുവല്ലറീസൊക്കെ അത് അഫോർഡബിൾ പ്രൈസിൽ മീഷോന്ന് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഹോൾ വീഡിയോ അതൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോയിൽ. എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യാറുണ്ട്, അത്രയ്ക്കും സുഖമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തതാണ്, ജസ്റ്റ് വോയിസ് ഓവർ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെച്ചിട്ട് ഇന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ 2 ദിവസമൊക്കെ നന്നായി റെസ്റ്റ് എടുത്തിട്ടുണ്ട്, എങ്കിലും കുറവുണ്ടെങ്കിലും നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വേഗം ശരിയാട്ടെ. മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ്. വന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ശരിയാവും. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡും മോൾക്കൊക്കെ മോൾക്കൊക്കെ ഇത് തന്നെയാണ്, പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നു എല്ലാവരും സ്ഥിതിയൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ കുടിക്കുക, എന്താ പറയുക, തണുത്ത ഐറ്റംസൊക്കെ കുറക്കുക. ഞാൻ തണുത്ത ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ, അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് വന്നത്. ഇങ്ങനെ ഒരു കൊതി വരും ചില സമയത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത്, അങ്ങനെ പറ്റിയതാണ്. അപ്പം ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഈ കറ്റാർവാഴ എടുക്കാനുള്ള കാര്യം ഈ എന്താ പറയുക, നാച്ചുറലാണ്, യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല, എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. മെയിനായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണതുകൊണ്ട് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തിയർ ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്തത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കും കേട്ടോ. അതിനുശേഷമാണ് ഫേസ് വാഷ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് ഓണം സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യണമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാം. ഞാനൊരു 10 വീഡിയോസാണ് വിചാരിക്കുന്നത്. നമ്മൾ കർക്കിടകത്തിൻ്റെ സീരീസ് ചെയ്ത പോലെ തന്നെ ഓണത്തിൻ്റെ ഒരു 10 വീഡിയോസാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിട്ടുണ്ടെങ്കിൽ ആ കറ്റാർവാഴ ലീഫിൽ കണ്ടില്ലേ, നമ്മളിങ്ങനെ നിൽക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് നല്ല രീതിയിൽ പുറത്തോട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ അത് മുഴുവനായിട്ട് ആ ജെല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ യൂസ് ആവണ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞു, നമ്മുടെ സ്കിന്ന് ഭയങ്കര റഫാണ്, ഡ്രൈ ആണ്, ചുളിവുകളൊക്കെ വരാൻ തുടങ്ങി, സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യലില്ല, അങ്ങനെയുള്ളവർ ഡെയിലി ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. കാരണം കറ്റാർവാഴയുടെ ഒരു ഗുണം എന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും, അതായത് മോയ്സ്ചറൈസ് ചെയ്യും. സ്കിന്നിൽ അതിൻ്റെ ഒരു ജെല്ല് എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടല്ലോ നല്ലൊരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാതെ, വ്രിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടും. എത്ര ഡ്രൈനെസ് ഉണ്ടെങ്കിലും ആ ഡ്രൈനെസ് ഒക്കെ നല്ല രീതിയിൽ മാറ്റും. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ ഇടുന്ന കൊണ്ടിട്ടുണ്ടെങ്കിൽ ഫേസിലുണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലും ഡേർട്ടൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ അതാ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല സ്കിന്ന് ക്ലിയർ ആവുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നല്ല ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കഴുകണമെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ് കേട്ടോ, നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സീരീസിലെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.